സുന്ദരീസ്, എന്റെ ഫേസിലെ ഗ്ലോ എങ്ങനെയുണ്ട്? അല്ല കേട്ടോ, ഇത് ഭയങ്കര ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓയിലി ഫേസും ഗ്ലോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എന്തായാലും ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള ഫേസ് എങ്ങനെ ചടപടയും നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് കാണിക്കാം. അതിനായിട്ട് നമ്മൾ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ യൂസ് ചെയ്താലും അതിങ്ങനെ പിരിപിരാന്നുണ്ടാവും. പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ജെൽ കോമ്പാക്ട്. മാർസിന്റെ ഈ ജെൽ കോമ്പാക്ട് നമ്മൾ ഈ ഒരു സ്പഞ്ചില്, ഇതിന്റെ കൂടെ തന്നെ സ്പഞ്ച് വരുന്നുണ്ട്, ഇതിലിങ്ങനെ എടുക്കുക. എന്നിട്ട് നോക്കണേ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. കണ്ടോ, ഇൻസ്റ്റന്റ്ലി തന്നെ ആ ഒരു ഡിഫറൻസ് കണ്ടോ. ആ മാത്രല്ല നമുക്ക് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആ ഡിഫറൻസ് കാണണം, എന്ത് അടിപൊളിയാലെ. ആ ഓയിൽനെസ് എന്ത് പെട്ടെന്നാണ് കണ്ടോ അബ്സോർബ് ആക്കി എടുത്ത് ആ ഒരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷ് തരുന്നത്. ഭയങ്കര സൂപ്പർ അല്ലേ? നിങ്ങൾക്ക് ഓയിലി ഫേസ് ആണെങ്കിൽ, അതല്ല നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് ഒരു ഓയിലി ലുക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ എടുക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ മിററും ഉണ്ട് കേട്ടോ. ഇതും ഈ സ്പഞ്ചിൽ തന്നെ എടുക്കാം നമുക്ക്. ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനത്തെ സ്പഞ്ചിങ്ങാ വരുന്നത്. ഇത് എടുത്തിട്ട് ഇതും അതെ കേട്ടോ, കണ്ടോ നല്ല ഫിനിഷ് ആണ്. മാർസിന്റെ പോലെ തന്നെയാണ്, പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത് മാർസ് ആണ് കേട്ടോ. ഒന്നാമത് കുറെ കൂടി അഫോർഡബിൾ ആണ്, രണ്ടാമത് എനിക്ക് ആ ഫിനിഷ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് മാർസിന്റെ ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഒന്ന് നോക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. 2 പ്രോഡക്ട്സ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്.